അമ്മേ വാർപ്പിന്റെ മുകളിൽ നിന്നാ പണി എടുക്കുന്നത്. ഉപ്പേരിയാക്കാനാ? ആടെ നിക്കുമ്പോ നോക്കണേ, തായെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ. തീരെ പേടിയില്ല. ഈ മഴക്കാലത്ത് ഇത് അടിഞ്ഞു പോവാ ഒരു മഞ്ഞ. മഞ്ഞപ്പില്ലേ ഇഷ്ടംപോലെ പൊറിക്കാനുണ്ട്. നമുക്ക് വീട്ടിന്റെ ബാക്കിലുണ്ട് ഒരുപാടുണ്ടായിട്ട്. ഇതെല്ലാം കഴിക്കുന്നുണ്ട്, നല്ല സാധനല്ലേ. പരിപ്പും കൂട്ടി കറി വെക്കാനാ? പരിപ്പ് കൂട്ടിട്ട് മുളക് വെച്ച് പരിപ്പ് പൊരിക്കച്ചിട്ട് വേഗം വേണ്ടത് പറിച്ചിട്ട് വാ. ഭയങ്കര വെയിലല്ലേ. അമ്മമ്മേന്റെ ഒച്ചപ്പാടേ കേൾക്കുന്നില്ല. കൊടുത്തൂല. അമ്മമ്മ കുളിക്കുന്നു. അമ്മമ്മ നേരത്തെ കുളിക്കാൻ വെളിച്ചെണ്ണ വെച്ചാട് അറിയത്തിന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എണീറ്റ് പോയിട്ടതാ. വർത്താനം പറഞ്ഞിരുന്ന പിന്നെ അമ്മമ്മ എണീക്കൂല. ആയില്ലേ? മതി, ബാക്കി പിന്നെ പറിക്കാം. മഴയെല്ലാം പോയോണ്ട് വൃത്തിയാണല്ലേ. നല്ല വൃത്തിയാണ്. പക്ഷെ മേലെ ആയതുകൊണ്ട് ഒന്നും പഠിക്കാനുമില്ല. ചളിയോ ഇറക്കോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇത് കേറണ്ടേ ഇപ്പൊ. കിട്ടുകൊടുത്തു. അതാണോ നമ്മളുണ്ടായിരുന്നല്ലോ ഒരു ഉറങ്ങൂന്ന്. അത് പറ കിട്ടു. നീ എന്ത് പറയാ? റെസ്റ്റ് എടുക്കുന്ന സമയം എന്ത് പറയാ ഇങ്ങോട്ടോക്ക്? എന്താ ഒരിക്കല പൊട്ടിക്കാൻ വരാന്? എന്താ പറയാ? കിട്ടു. നമുക്കൊന്ന് വൈകിക്കണ്ട. വേഗം പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടിയില്ല കൂട്ടാൻ വെക്കണ്ട. വീഡിയോയിലൊക്കെ വേഗം കിടക്കാം. അപ്പൊ കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുരിങ്ങയില എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ഉണ്ടോ നോക്കി ചെറുതായിട്ട് ഇതുപോലെ പറിച്ചെടുത്ത് എടുക്കുക. പുഴുവൊന്നുമില്ല, ഞാൻ പറിക്കുമ്പോൾ നോക്കി നല്ല ഇല നോക്കിയിട്ടാണ് പൊട്ടിച്ചെടുത്ത് തന്നെ. മുരിങ്ങേൻ്റെ ഇലയിലും നല്ല വിറ്റാമിനുള്ള സാധനം. അപ്പോൾ ഞാനിത് ഉപ്പേരി ഉണ്ടാക്കലുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഉപ്പേരിയല്ലോ. സൂര്യക്ക് ഇഷ്ടമല്ല ഉപ്പേരി? ഇഷ്ടം. മുരിങ്ങേനെ കൂടുതൽ ഉപ്പേരിയും കറിയും എല്ലാം ഇഷ്ടമല്ലേ. ചിലർക്ക് ഇഷ്ടമുണ്ടാവൂല. ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതിപ്പോ ഏത് കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. രുചിയില്ല കിടല്ലോ. ഒരു വീട്ടിൽ തന്നെ പല രുചി വരുന്നവരില്ലേ. ഇത് അമ്മ എന്നിട്ട് ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് അരിയൊന്നും വേണ്ട. ഉപ്പേരി ഇതുപോലെ തന്നെ കഴുകി നമ്മൾ പരിപ്പ് വേവിച്ചില്ലേ, ആ പരിപ്പിലേക്ക് ഇതിട്ട് കൊടുക്കും. അല്ല ഇത് കഴുകൂലേ? ഇനി കഴുകും. ചളിയോതൊന്നും ഉണ്ടാവില്ല. ചളി തെറിക്കുന്ന സ്ഥലത്തൊന്നല്ല നമ്മളിപ്പം മേലെ നില്ലതില്ല പൊട്ടിച്ചെടുത്തേ. ചളിയൊന്നും ഉണ്ടാവും. എന്നാലും കഴുകി ഒന്ന് കഴുകണം. ഞാനും കൂടാന്നാല് വേഗാവൂല. ഇത്രയാക്കാനില്ലേ? കുടിക്കവയോ ഓരോന്ന് എടുത്തു തരാം. നമ്മുടെ മുരിങ്ങേനെ കൊണ്ട് ഈ കറിയും ഉണ്ടാക്കും. ഉപ്പേരി ഉണ്ടാക്കും പരിപ്പിട്ടിട്ട്. ഉപ്പേരി അതിലെല്ലാം എന്തോ കഞ്ഞിവെള്ളമായിട്ട് വെച്ചിട്ട് എന്തോ. അത് കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കും. ഇത് കുറച്ച് കാന്താരി മുളകും ചേർത്തിട്ട് വെളുത്തുള്ളിയും ചേർത്തിടും. അങ്ങനത്തെ ഒരു ഉപ്പേരി. തേങ്ങ ഒന്നും ചിരക്കി ഇടാണ്ട് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. ഉപ്പ് നല്ലൊരു മയം കിട്ടാൻ വേണ്ടി കഞ്ഞിവെള്ളം ഒഴിക്കുന്നു. പരിപാടി ഉണ്ട്. അത് നല്ല മയം ഉണ്ടാവും ഉപ്പേരിക്ക്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഇന്നാൾ നീടി ഉണ്ടായിട്ടാ. ഞാനത് ഒരു ദിവസം ഉപ്പേരി വെച്ചിട്ട് തോരപ്പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ ഒക്കെ എടുത്തിട്ട് വറവല്ലിട്ട് തേങ്ങ ചേരിട്ട് അമ്മമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്.
കുക്കറിന് ഒരു വിസിൽ വന്നു കേട്ടോ. പരിപ്പ് വേവിക്കാൻ പറ്റേ. ഇനി ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കാം. കഴുകിയെടുക്കാം. എയറിനെ പോയിട്ട് നമുക്ക് തുറക്കാം. ഇപ്പോൾ പരിപ്പ് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിച്ചതിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പൊടിയൊക്കെ തോർന്നു ഇനി വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലുപ്പാണ് ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനിയിപ്പോൾ 5 മിനിറ്റ് സമയം നമുക്ക് വേവിക്കാൻ പറ്റും. മുരിങ്ങയില വേവാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിനോടൊന്ന് തേങ്ങയും ജീരകവും കൂടി അരച്ചെടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം സമയം കൊണ്ട് മുരിങ്ങയിലല്ലേ. ഇനി വേഗം നമുക്ക് തേങ്ങയും കൂടി അരച്ചാൽ പെട്ടെന്ന് സംഭവം റെഡിയാവും. നമുക്ക് തേങ്ങ കുറച്ച് ജീരകവും കൂട്ടിയിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ജീരകം മാത്രമേ ഉള്ളൂ? തേങ്ങ ജീരകം? തേങ്ങ ജീരകവും കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഈ തേങ്ങ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞുതരാം. അതിനെ ഫ്രൈ ആക്കിയിട്ടുണ്ടാ? അതിനിടയ്ക്ക് ആളാക്കി വെച്ചു. കൊള്ളാം. മുരിങ്ങേൻ്റെ ഇലയും പരിപ്പും എല്ലാം കൂടി വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കരവ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് തിളച്ചു. നമുക്ക് ഇനി കറി വാങ്ങി വെച്ചിട്ട് ഇനി വറവിടാം. എല്ലാം ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നൊരിപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെന്തപ്പോൾ അതിലൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കും. കുറച്ച് അപ്പോൾ ഇതിനാ തേങ്ങ എടുത്ത് വെക്കാൻ പറഞ്ഞു. കറിവേപ്പിലയും ഇടുന്നുണ്ട്. തേങ്ങ നല്ല മൂത്ത് നല്ല ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കറിയെല്ലാം റെഡിയാവും. പരിപ്പും മുരിങ്ങയില കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുരിങ്ങയിലെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിൽ ചോറിന് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം. ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ. എന്നാ അമ്മമ്മനെ വിളിക്കാൻ നമുക്ക് ചോറുണ്ടാന്നാല് അമ്മമ്മനെ വിളിക്കട്ടെ. അമ്മമ്മയുടെ അറിയത്തിരിക്കുന്നുണ്ട്. തൈര് എടുക്കണേ. തുടങ്ങിയല്ലേ. അമ്മമ്മനെ വിളിക്കാൻ തൈരെല്ലാം എടുത്ത് ചോറെടുത്തിട്ട് വരട്ടെ.